നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഓണം എല്ലാവരും ആഘോഷിച്ചു. ചിലയിടത്തൊക്കെ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഗൾഫ് നാടുകളിലൊക്കെ വിദേശ മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് മൂന്നിലധികം മാസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളൊക്കെയാണ്. എന്തായാലും മലയാളികളെക്കാൾ, നാട്ടിലുള്ളവരെക്കാൾ കൂടുതലായി ഓണം ആഘോഷിക്കുന്നത് വിദേശത്തുള്ളവരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വാർത്തകളും വിശേഷങ്ങളും ഒക്കെയുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ വൻ ദുരന്തം, 100-ലധികം മരണം, 105 ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 പേരെ കാണാതായി. 4 ജില്ലകളിൽ കനത്ത നാശം, വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം. പ്രളയത്തിൽ കുടുങ്ങിയ 36-അംഗ മലയാളി സംഘം സുരക്ഷിതർ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഹോർമൂസ് ഉടൻ തുറന്നേക്കും. താൽക്കാലിക ഇടനാഴി തുറക്കാൻ ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാൻ. ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ലോകം. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാൻ ഒരുങ്ങി അമേരിക്ക. US വിസയ്ക്കുള്ള അഭിമുഖങ്ങൾ ഉൾപ്പെടെ താൽക്കാലികമായി നിർത്തി. നടപടി H1B വിസ അപേക്ഷകൾക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ. കിൻഡർഗാർട്ടൻ മുതൽ 2ാം ക്ലാസ് വരെ ഹോംവർക്ക് ഒഴിവാക്കി UAE-യിലെ സർക്കാർ സ്കൂളുകൾ. പുതിയ പരിഷ്കാരം 2026-27 അധ്യയന വർഷം മുതൽ. നടപടി കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ വിശ്രമത്തിനും കുടുംബവുമൊത്ത് കൂടുതൽ സമയം ലഭിക്കുന്നതിനും. സൗദിയിലും കുവൈറ്റിലും വൻ മയക്കുമരുന്ന് വേട്ട. 5 ടൺ ലെറിക്ക അസംസ്കൃത പൊടിയും 40 ലക്ഷം ക്യാപ്സ്യൂളുകളും പിടിച്ചെടുത്തതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. സൗദി ബോർഡർ ഗാർഡ് നടത്തിയ പരിശോധനയിൽ പിടിയിലായത് 12 എത്യോപ്യൻ പൗരന്മാർ. പിടിച്ചെടുത്തത് 290 കിലോഗ്രാം ഖാത്ത്, 33 കിലോഗ്രാം ഹാഷിഷ്, 70,000-ലധികം ലഹരി ഗുളികകൾ ഉൾപ്പെടെയുള്ള ലഹരികൾ. തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. ഗൾഫ് നാടുകളിലും ആഘോഷങ്ങൾ. ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുമുള്ള ഹൃദയവുമുണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണ സന്ദേശം. ആദ്യം തന്നെ ഈ ഓണദിനത്തിൽ തേടിയെത്തിയ ഒരു ദുരന്ത വാർത്തയെക്കുറിച്ചാണ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. 100ഓളം പേർ മരിച്ചതായാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഭോട്ടെ കോശി നദി കരകവിഞ്ഞ് നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറി. 95 പേർ മരിച്ചതായാണ് ആദ്യം പുറത്തുവന്ന വിവരം. പിന്നീട് ആ മരണസംഖ്യ കൂടി ഉയർന്നു. 105 ഇന്ത്യക്കാർ ഉൾപ്പെടെ 450-ലധികം പേരെ കാണാതായതാണ് റിപ്പോർട്ട്. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിൽ എത്തി. നേപ്പാളിൽ ടിബറ്റൻ അതിർത്തി മേഖലയിലാണ് മിന്നൽ പ്രളയം വൻ നാശനഷ്ടമുണ്ടാക്കിയത്. ബോട്ടെ കോശി നദി അപ്രതീക്ഷിതമായി കരകവിഞ്ഞൊഴുകി തിമുരൈ, സ്യാബ്രുബെസി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നിരവധി വീടുകളും വാഹനങ്ങളും പാലങ്ങളും തകർന്നു. സൈന്യത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. 105 ഇന്ത്യക്കാർ ഉൾപ്പെടെ 450-ലധികം പേരെ കാണാതായി എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. കൈലാസ് മാനസരോവർ യാത്രയ്ക്കെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയും കാണാതായിട്ടുണ്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി ഫോണിൽ സംസാരിച്ചു. അപകടത്തിൽ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ ചെയ്യുമെന്നും ഉറപ്പ് നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിലെത്തി. കാണാതായ ഇന്ത്യക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ എംബസി പരിശോധിച്ചു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ഈ നേപ്പാളിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ കാഞ്ഞങ്ങാട് മുൻ SI പ്രദീപ് ഉൾപ്പെടെയുള്ള 36-അംഗ മലയാളി ടൂറിസ്റ്റ് സംഘവും അപകട മേഖലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. കനത്ത നാശനഷ്ടമുണ്ടായ ദുരന്തബാധിത പ്രദേശത്താണ് മലയാളികൾ ഉൾപ്പെട്ട സംഘം പെട്ടിരിക്കുന്നത്. ഇവർ സുരക്ഷിതരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ഹോർമുസ് ഉടൻ തുറന്നേക്കാമെന്നാണ് സൂചന. വിഷയത്തിൽ ഇറാൻ, ഒമാൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. താൽക്കാലിക ഇടനാഴി ഉടനെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി ഉടൻ ചർച്ച നടത്തും. ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും ഒമാൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ താൽക്കാലിക ഇടനാഴി സൃഷ്ടിക്കുന്നതും കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ചർച്ചയായത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് സിറിയയെ ഒഴിവാക്കിയ അമേരിക്കൻ നടപടിയെ സ്വാഗതം ചെയ്ത് സൗദി അറേബ്യ. 47 വർഷത്തിന് ശേഷമാണ് അമേരിക്ക സിറിയയ്ക്ക് മേലുള്ള ഈ വലിയ നീക്കം നടത്തുന്നത്. ഹയാത്ത് തഹ്രീർ അൽ ഷ്യാം എന്ന സംഘടനയെയും ഉപരോധങ്ങളിൽ നിന്ന് US ഒഴിവാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കത്തെ തുടർന്ന് സിറിയൻ സർക്കാരിനെയും ജനങ്ങളെയും സൗദി അറേബ്യ അഭിനന്ദനം അറിയിച്ചു. സിറിയയിൽ സുസ്ഥിരമായ സുരക്ഷയും സാമ്പത്തിക അഭിവൃദ്ധിയും പുനർനിർമ്മാണവും വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാനൊരുങ്ങുകയാണ് അമേരിക്ക. US വിസയ്ക്കായുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. H-1B വിസ അപേക്ഷകൾക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നടപടി. അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് കനത്ത തിരിച്ചടി നൽകി കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ആഗോളതലത്തിൽ അമേരിക്കൻ എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ അഭിമുഖങ്ങളും മറ്റ് നടപടിക്രമങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ്. വിസ അഭിമുഖത്തിന് സമയം ലഭിച്ച് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിന്റ്മെന്റ് മാറ്റിവെച്ചതായുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന സന്ദേശത്തിൽ പറയുന്നുണ്ടെങ്കിലും എത്ര കാലത്തേക്കാണ് നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. US എംബസികളിലും കോൺസുലേറ്റുകളിലുമുള്ള ജീവനക്കാർക്കായി നടത്തുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് നടപടിയെന്നാണ് വിദേശകാര്യ വകുപ്പ് വക്താവിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 അധികാരമേറ്റത് മുതൽ രാജ്യത്തെ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. തൊഴിൽ വിസയായ H-1Bയിലും സമഗ്രമായ മാറ്റത്തിന് ട്രംപ് ഒരുങ്ങുന്നുണ്ട്. ഇതിന്റെ ആദ്യപടിയായി അപേക്ഷാ ഫീസ് കുത്തനെ ഉയർത്താനാണ് ശുപാർശ. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കാണ് ഇത് കനത്ത തിരിച്ചടിയാകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കിൻഡർ ഗാർഡൻ മുതൽ 2ാം ക്ലാസ് വരെ ഹോംവർക്ക് ഒഴിവാക്കി UAയിലെ സർക്കാർ സ്കൂളുകൾ. 2026-27 അധ്യയന വർഷം മുതൽ ഈ പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ വിശ്രമത്തിനും കളികൾക്കും കുടുംബാംഗങ്ങൾ ഒത്തുമുള്ള സമയം ലഭിക്കുന്നതിനും ഒപ്പം വായനയ്ക്ക് കൂടുതൽ അവസരമൊരുക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ വളർച്ചാ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് കിൻഡർഗാർട്ടൻ മുതൽ 2ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹോംവർക്ക് ഒഴിവാക്കാനുള്ള UAയുടെ തീരുമാനം. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന അനാവശ്യ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും പുതിയ രീതി സഹായിക്കും. പഠനത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ക്ലാസ് മുറികളിൽ തന്നെ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കും. വീട്ടിൽ ലളിതമായ വായനാശീലങ്ങൾ തുടരാൻ മാത്രമാകും രക്ഷിതാക്കളുടെ പിന്തുണ തേടുക. അക്ഷരാഭ്യാസവും ആശയവിനിമയ ശേഷിയും ഉറപ്പാക്കുന്നതിന് സ്കൂളുകളിൽ സജീവമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. സൈദ്ധാന്തിക പഠന രീതിയിൽ നിന്ന് നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് മാറുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സാറ അൽ അമീരി അറിയിച്ചു. ദേശീയ വിദ്യാഭ്യാസ ചാർട്ടർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്നത്. മൂല്യനിർണ്ണയ രീതിയിലും വലിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത ക്ലാസുകളിൽ 50% കേന്ദ്രീകൃത പരീക്ഷകളും 50% സ്കൂൾ തല പരീക്ഷകളും ഉൾപ്പെടുത്തിയാകും പുതിയ മൂല്യനിർണ്ണയം. കൂടാതെ ചില വിഷയങ്ങളുടെ പഠനത്തിന് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ ശരിയായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ വഴിയൊരുക്കും എന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടത്തിയതായി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്. ഏകദേശം 5 ടൺ ലിറിക് അസംസ്കൃത പൊടിയും വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ ഏകദേശം 40 ലക്ഷം ക്യാപ്സ്യൂളുകളുമാണ് പിടിച്ചെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ മൊത്തം വിപണി മൂല്യം ഏകദേശം 15 കോടി കുവൈറ്റി ദിനാറാണെന്നും മന്ത്രി പറഞ്ഞു. 4 സീസൺസ് ഹോട്ടലിൽ സാമൂഹികകാര്യ മന്ത്രാലയം സംഘടിപ്പിച്ച വദൻ യഹ്മിഗ് എന്ന ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അതേസമയം സൗദി അറേബ്യയിലും വൻ മയക്കുമരുന്ന് വേട്ടയാണ് നടന്നത്. ജാസർ, അസീർ അതിർത്തി മേഖലകളിൽ സൗദി ബോർഡ് ഗാർഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 12 ഇത്യോപ്യൻ പൗരന്മാരാണ് പിടിയിലായത്. ഇവരിൽ നിന്നായി 290 കിലോഗ്രാം ഘാത്ത്, 33 കിലോഗ്രാം ഹാഷിഷ്, 70,000-ലധികം ലഹരി ഗുളികൾ എന്നിവ അതിർത്തി രക്ഷാസേന പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി കേസുകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ദുബായിൽ ഈ വരുന്ന വെള്ളിയാഴ്ച സൗജന്യ വാഹന പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി പൊതു അവധിയായതിനാലാണ് സൗജന്യ വാഹന പാർക്കിംഗ് അനുവദിച്ചത്. മെട്രോ ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയവും ദീർഘിപ്പിച്ചിട്ടുണ്ട്. നബിദിനത്തോടനുബന്ധിച്ചുള്ള അവധി ദിനമായ വെള്ളിയാഴ്ച ദുബായിലെ പൊതു പാർക്കിംഗ് സൗജന്യമായിരിക്കും. എന്നാൽ മൾട്ടി സ്റ്റോറി പാർക്കിംഗ് സൗകര്യങ്ങൾക്ക് ഈ ഇളവ് ബാധകമല്ല. അവിടെ സാധാരണ പാർക്കിംഗ് ഫീ തുടരും. ഓഗസ്റ്റ് 29 ശനിയാഴ്ച മുതൽ പാർക്കിംഗ് ഫീസ് പുനഃസ്ഥാപിക്കും. പൊതുഗതാഗത സംവിധാനങ്ങളുടെയും RT ഓഫീസുകളുടെയും പുതുക്കിയ പ്രവർത്തന സമയവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് മെട്രോ അന്ന് രാവിലെ 5 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തും. രാവിലെ 6 മുതലാണ് ദുബായ് ട്രാം സർവീസ് ആരംഭിക്കുക. അതേസമയം ചില റൂട്ടുകളിലെ ബസ് സർവീസുകളിൽ മാറ്റമുണ്ട് എന്നും ഔദ്യോഗിക മൊബൈൽ ആപ്പ് പരിശോധിച്ച് ഇക്കാര്യം വിലയിരുത്തണമെന്നും RTA നിർദ്ദേശിച്ചു. E100 ബസ് നാളെ മുതൽ 30 വരെ അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തില്ല. ഈ ദിവസങ്ങളിൽ യാത്രക്കാർ ഇബൻ ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് E101 ബസ് ഉപയോഗിച്ച് അബുദാബിയിലേക്ക് പോകണം എന്നും RTA അറിയിച്ചു. മിക്ക RTA കസ്റ്റമർ ഹാപ്പിനെസ് കേന്ദ്രങ്ങളും വാഹന സാങ്കേതിക പരിശോധനാ കേന്ദ്രങ്ങളും അവധി ദിവസം തുറന്ന് പ്രവർത്തിക്കില്ല. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ 2025-26 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് ലാഭമാണ് രേഖപ്പെടുത്തിയത്. 2.155 ബില്യൺ ദിനാർ സംയോജിത അറ്റാദായമാണ് നേടിയത്. ചെലവ് നിയന്ത്രിച്ചതും പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിച്ചതുമാണ് ലാഭവർധനയ്ക്ക് പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ആഗോള വിപണിയിലെ ശക്തമായ സാന്നിധ്യവും ജെറ്റ് ഇന്ധന ഡീസൽ വിൽപ്പനയും ലാഭമുയരാൻ സഹായിച്ചു. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ വിപണികളിലെ പ്രവർത്തനങ്ങളും വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. കുവൈറ്റ് ഓയിൽ ടാങ്കർ കമ്പനിയുടെ കാര്യക്ഷമമായ പ്രവർത്തനവും പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ സഹായിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുവൈറ്റിൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കെതിരെ നേരിട്ടുള്ള പിഴ 75 ദിനാറാണെങ്കിലും കേസ് കോടതിയിലെത്തിയാൽ ഇത് 150 മുതൽ പരമാവധി 300 ദിനാർ വരെ ഉയരാമെന്നും പൊതുഗതാഗത വിഭാഗം പൊതുസമ്പർക്ക വിഭാഗം മേധാവി മേജർ ഷാഹിൻ അൽ ഗരീബ്. ഇതിനു പുറമെ നിയമലംഘകർക്ക് 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിലവിലെ നടപടിക്രമങ്ങൾ പ്രകാരം പിഴ ലഭിച്ചാൽ ഉടൻ തന്നെ അനുരഞ്ജന ഉത്തരവ് വഴി പിഴ അടയ്ക്കാൻ കഴിയുമെന്നും അൽ ഗരീബ് അറിയിച്ചു. റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ നിയമലംഘനങ്ങൾ പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്യും. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ ഫ്രാൻസ് സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന ഫ്രഞ്ച് സൗദി നിക്ഷേപ റൗണ്ട് ടേബിളിൽ ഇരു രാജ്യങ്ങളും നിർണായക കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു. എണ്ണ, വാതക കിണറുകൾക്കായുള്ള ഡ്രില്ലിംഗ് സാമഗ്രികളും സ്റ്റീൽ പൈപ്പുകളും ലഭ്യമാക്കാൻ പ്രമുഖ ഫ്രഞ്ച് കമ്പനികളായ SLB, വല്യൂറെക് എന്നിവയുമായി സൗദി അരാംകോ $3,700 കോടി വൻകിട പർച്ചേസ് കരാറിലാണ് ഒപ്പുവെച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ സാങ്കേതിക വിദ്യ എന്നിവയുടെ വ്യാവസായിക ഉപയോഗത്തിനായി അരാംകോ ഡിജിറ്റൽ ദസോ സിസ്റ്റവുമായി ധാരണാപത്രത്തിലും എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സൗദിയുടെ പവർ ഗ്രിഡുകൾ വികസിപ്പിക്കാൻ ഫ്രഞ്ച് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായുള്ള ധനകാര്യ കരാറും സൗദിയ ഗ്രൂപ്പിന്റെ വിമാനശേഖരം വിപുലീകരിക്കാൻ പുതിയ എയർബസ് വിമാനങ്ങൾ വാങ്ങുന്നതിനായി ഫ്രഞ്ച് ബാങ്കുകളുമായി ചേർന്നുള്ള ത്രികക്ഷി കരാറും ഒപ്പുവച്ചിട്ടുണ്ട്.
കുവൈറ്റിൽ അഭിഭാഷക വൃത്തി നിയന്ത്രണ നിയമം ഈ വർഷം അവസാനത്തോടെ പുറത്തിറക്കുമെന്ന് നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈദ്. നിലവിലെ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് 6 പതിറ്റാണ്ടിലേറെയായി എന്ന ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമം വരുന്നത്. പുതിയ നിയമം അഭിഭാഷക മേഖലയുടെ നിയന്ത്രണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നീതിന്യായ സംവിധാനത്തിലെ പ്രധാന ഘടകമായ അഭിഭാഷക വൃത്തിയുടെ പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നിയമരംഗത്തും കോടതി പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലുണ്ടായ വലിയ മാറ്റങ്ങൾ പരിഗണിച്ച് അഭിഭാഷക വൃത്തി നിയന്ത്രണ നിയമത്തിന്റെ ചട്ടക്കൂട് പരിഷ്കരിക്കുന്നതിനുള്ള സമഗ്രമായ പരിശോധനകൾ നടത്തിവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാർജയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ഖോർഫക്കാനെ 4 പുതിയ ഭരണനിർവഹണ ജില്ലകളായി വിഭജിച്ചു. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖോർഫക്കാൻ സിറ്റി, അൽ അവൈനാത്ത്, അൽ സൈഹ്, അൽ സബീഹിയ എന്നിവയാണ് 4 പുതിയ ജില്ലകൾ. ഒരു റേഡിയോ പരിപാടിയിലാണ് ഷെയ്ഖ് സുൽത്താൻ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഇതിനു പുറമെ ഖൽബയിലെ നിലവിലുള്ള ആശുപത്രികളിലെ തിരക്ക് പരിഹരിക്കുന്നതിനായി കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാജ പരസ്യങ്ങളിലൂടെ വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസ്. ഔദ്യോഗിക ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും സന്ദേശം അയക്കുന്ന ആപ്പുകൾ വഴിയുമാണ് ഇത്തരം വ്യാജ തൊഴിൽ റെസിഡൻസി സന്ദർശന വിസ പരസ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇതിനായി ഔദ്യോഗിക മാർഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പോലീസ് നിർദ്ദേശിച്ചു. വിസ സംബന്ധമായ എല്ലാ നടപടികളും അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളോ ലൈസൻസ് ഉള്ള ഓഫീസുകളോ വഴി മാത്രം ചെയ്യുക. ഇടനിലക്കാരെയും വിശ്വസനീയമല്ലാത്ത ഏജൻസികളെയും ഒഴിവാക്കുക. ലഭിക്കുന്ന വിസ വാഗ്ദാനങ്ങളുടെയും വിവരങ്ങളുടെയും നിജസ്ഥിതി ഔദ്യോഗിക ചാനലുകളിലൂടെ മാത്രം പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും പോലീസ് അറിയിച്ചു. സമ്പൽ സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ചേർത്ത് വെച്ച് ഓണം ആഘോഷിച്ച് മലയാളികൾ. കേരളീയർക്ക് ഓണം എന്നും ഗൃഹാതുരതയുടെ ഓർമ്മകളാണ്. പൂക്കളവും സദ്യയും കളികളുമായി ആ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഓണപ്പൂക്കളം തന്നെയാണ്. അത് നാടനായാലും മറുനാടനായാലും ഓണപ്പൂക്കളം നിറയാതെ മലയാളികളുടെ മനസ്സ് നിറയില്ല. നമ്മളുടെ പണ്ടത്തെ കാലവും ഇന്നത്തെ ഓണക്കാലവും നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അതൊരു പേരിനെ ഇടുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടായിരുന്നു പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. പാലടപ്പായസം പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചാലേ ഓണസദ്യ ഭേഷാകൂ. പണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ തൃക്കാക്കരയപ്പനെ രാവിലെ വെച്ച് അണിഞ്ഞു പൂജിച്ച് പൂവടയും പഴനുറുക്കൊക്കെ ഉണ്ടാക്കി പപ്പടവും ഒക്കെ ഉണ്ടാക്കി പൂജിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നിച്ച് സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ എന്തെങ്കിലും ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. അതന്നെ. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെയായി. ഇനി നമുക്കൊരു തിരുവാതിരക്കളിയായാലോ? എല്ലാവർക്കും ഇതുപോലെ തന്നെയായിരിക്കും ഓണം. ഭയങ്കര ആഘോഷമായിട്ട് നമുക്ക് എല്ലാ കാലത്തും ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത്വം ഓർക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കും. അമൃത ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് മോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഓണം സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു.
സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തി കൊല്ലം അമൃതപുരിയിലും തിരുവോണാഘോഷം. മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. 500-ലധികം വനിതകൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിരക്കളിയും ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും സമത്വവും സമർപ്പണവും സമൃദ്ധിയും മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആഘോഷമായി അമൃതപുരിയിലെ തിരുവോണം. ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി എത്തിയ ആയിരക്കണക്കിന് ഭക്തരും ആഘോഷങ്ങളിൽ പങ്കാളികളായി. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സും നന്ദിയുള്ള ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ ഏതു കഷ്ടപ്പാടിലും ഒരു പൊന്നോണത്തെ സൃഷ്ടിക്കാനാകുമെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തിരുവോണദിന സന്ദേശത്തിൽ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു അമൃതപുരിയിലെ തിരുവോണ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് ധ്യാനം, ലോകശാന്തി പ്രാർത്ഥന, ഭജനയും സത്സംഗവും, ആത്മീയതയും ആഘോഷവും ഒരുമിച്ച ഒരു ദിനം. ആഘോഷങ്ങൾക്ക് നിറവും താളവും പകർന്ന് 500-ലധികം വനിതകൾ അണിനിരന്ന മെഗാ തിരുവാതിര. ഒത്തൊരുമയുടെ ചുവടുകളുമായി തിരുവാതിര അരങ്ങേറിയപ്പോൾ അമൃതപുരി ആഘോഷ ലഹരിയിലായി. ഒടുവിൽ എല്ലാവർക്കുമായി ഓണസദ്യ. അമ്മ നേരിട്ട് സദ്യ വിളമ്പി. ജാതിമതഭേദങ്ങൾക്കപ്പുറം സ്നേഹവും സാഹോദര്യവും പങ്കുവച്ച് ഒരുമയുടെ സന്ദേശം പകർന്നാണ് അമൃതപുരിയിലും തിരുവോണം ആഘോഷിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവും ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണ സന്ദേശം. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിരുട്ടിലും പ്രകാശത്തിന്റെ തിരി കൊളുത്തിവെക്കാൻ നമുക്ക് കഴിയുമെന്നും അമ്മ പറഞ്ഞു. മലയാള നാടും മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാഘോഷമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞ സമത്വ സുന്ദരമായൊരു ഭൂതകാലം. ആ പോയ കാലത്തെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ, അതുപോലുള്ളൊരു കാലം ഇനിയും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും, സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന വർത്തമാനകാലത്തെ ആഘോഷം. ഒപ്പം ഈശ്വരഭക്തി, ഈശ്വര സമർപ്പണം, ഉന്നതമായ മൂല്യങ്ങൾ എല്ലാം ചേർത്തറിഞ്ഞതാണ് ഓണം. ഈശ്വരഭക്തിയും മനുഷ്യ സ്നേഹവും ഒന്നു ചേരുന്ന കാലമാണ് ഓണക്കാലം. അങ്ങനെ സ്നേഹം, സൗഹൃദം, സഹോദര്യം, സമൃദ്ധി, സമത്വം, സമർപ്പണം തുടങ്ങിയ മഹത്തായ മൂല്യങ്ങൾ ഓണം ഉയർത്തിപ്പിടിക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഗഹനമായ ആധ്യാത്മിക സന്ദേശം ഉൾക്കൊള്ളുന്നൊരു ചൊല്ലാണത്. നമ്മുടെ സങ്കല്പം കൊണ്ടും മനോഭാവം കൊണ്ടും ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര പണമുണ്ട്, എത്ര സമ്പത്തുണ്ട്, എത്ര ഭൗതികമായ സൗകര്യങ്ങളുണ്ട് എന്നൊന്നും അല്ല കാര്യം. യഥാർത്ഥ സന്തോഷം തരുന്നത് ശരിയായ മനോഭാവവും കാഴ്ചപ്പാടുമാണ്. സ്നേഹം, സൗഹൃദം, സമൃദ്ധി, സഹകരണം, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാം. ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷമായി കഴിയാം. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിട്ടിലും പ്രകാശത്തിൻ്റെ ഒരു നെയ്ത്തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണത്തെ സൃഷ്ടിക്കാനാവും. ഇത് തന്നെയാണ് ഓണം നമുക്ക് നൽകുന്ന പ്രധാനമായ സന്ദേശം. ഉള്ളതുകൊണ്ട് സന്തോഷിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കാനും ഓണം നമ്മെ പഠിപ്പിക്കുന്നു. ആ വിശ്വാസവും ആഹ്ലാദവും ഉത്സാഹവും ജീവിതത്തിൽ എന്നും നമ്മളൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വാമനരൂപത്തിലേക്ക് നീശങ്ങൾ വളർന്ന് വലുതായി നമ്മൾ ഈശ്വരാനുഭൂതിയിലേക്ക് ഉയർത്തട്ടെ. അനുകൃപ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഫോളോ ഓണിനെ തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിനെത്തിയ ശ്രീലങ്ക 4-ാം ദിനം
അവസാനിക്കുമ്പോൾ 16 റൺസിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. ഇന്ന് കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് എടുക്കാൻ ആതിഥേയർക്കായി. സോനൽ ദിനുഷ, കേശ രാനുവാദ് എന്നിവരാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി മാനവ് സുധർ 2 വിക്കറ്റ് എടുത്തു. നേരത്തെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 503-നെതിരെ ശ്രീലങ്ക 290-ന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.